Hi everyone, good evening. It's me Adil here. And ഇത് നമ്മുടെ HTML സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അതായത് ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു HTML ബേസിക് HTML ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ മൾട്ടിപ്പിൾ ടാഗ്സുകൾ സെവറൽ ടാഗ്സുകൾ നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെട്ടു. ഹെഡിങ് ടാഗ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. പി ടാഗ്, പാരഗ്രാഫ് ടാഗ്, അതേ പി ടാഗ്, ഹൈപ്പർ ലിങ്ക്സ്, അതുപോലെ ഇമേജ് ടാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു HTML എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് HTML എലമെന്റ് എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു ഓപ്പണിംഗ് ടാഗും അതിൻ്റെ ക്ലോസിംഗ് ടാഗും വിത്ത് കോണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവമാണ്. ഈ മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയാ ഒരു HTML എലമെന്റ് എന്ന് പറയാം. അതായത് ഒരു HTML എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും അതിന്റെ കോണ്ടന്റും കൂടി ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതിന് നമുക്ക് എന്ത് പറയാം, ഒരു HTML എലമെന്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു BR ടാഗ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? ഈ BR ടാഗിന്റെ സ്പെഷ്യാലിറ്റി എന്താ വരുന്നത്? കണ്ടോ? ഇത് നമ്മൾ ജസ്റ്റ് ഒരു BR എന്നുള്ളൊരു സംഭവം എന്തിനാണ് നമ്മൾ കൊടുത്തത് ഓർമ്മ ഉണ്ടോ? നമ്മൾ കൊടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് ഇത് കണ്ടിന്യൂസ് അത് ഈ ലൈൻസ് നമ്മൾ സെപ്പറേറ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ടാഗിൽ എങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ, ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടുത്ത ലൈനും വരുന്നുണ്ടായിരുന്നുണ്ട്. അതായത് ഈ ലൈൻ ബ്രേക്കോ കാര്യങ്ങളോ നമ്മൾ ഓട്ടോമാറ്റിക് ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ ബ്രേക്ക് കൊടുത്ത് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഒരു എൻ്റർ അടിച്ചിട്ട് താഴെ അടുത്ത ലൈനിലാണ് ബാക്കിയുള്ള കോണ്ടന്റ്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഇവിടെ ആ ലൈൻ ബ്രേക്ക് എടുക്കണില്ല. അപ്പോൾ ആ ലൈൻ ബ്രേക്ക് എടുക്കാൻ വേണ്ടി, അങ്ങനെ ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് BR ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ BR ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ടാഗിൽ ഇവിടെ ഈ പി ടാഗിൽ നമ്മൾ എന്ത് എടുത്തു, ഇവിടെ BR ടാഗ് അവിടെ കൊടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ലൈൻ എഫിന് ശേഷം എന്ത് ചെയ്ത് ഇവിടുന്ന് ഈ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലോട്ട് ചാട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ഒരു BR ടാഗിന്റെ സ്പെഷ്യാലിറ്റി കണ്ടില്ലേ? ജസ്റ്റ് എന്താണ്, ഒരു ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കോണ്ടന്റോ അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് ടാഗോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താണ്, ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ടാഗ് മാത്രം. അതുകൊണ്ട് ഈ ഒരു ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള എലമെന്റ്സ് നമുക്ക് എന്ത് പറയാം, അങ്ങനെയുള്ള എലമെന്റ്സ് നമുക്ക് എന്ത് വരുന്നുണ്ട്, HTML വരുന്നുണ്ട്. ആ കാര്യം മനസ്സിലാക്കാം. BR ടാഗ് മാത്രമല്ല, അതിന് വേറൊരു എക്സാമ്പിൾ ആണ് നമുക്ക് ഒരു HR ടാഗ് എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ട്. HR ടാഗ് മീൻസ് ഇവിടെ ഒരു HR കൊടുക്കുക. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് എന്താണ് ഹോറിസോണ്ടൽ റൂൾ എന്ന് പറയും. HR എന്താണ് ഹോറിസോണ്ടൽ റൂൾ. അതായത് ഹോറിസോണ്ടലി നമുക്കൊരു ഇങ്ങനെ ഒരു ലൈൻ വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, HR ടാഗ് യൂസ് ചെയ്യാം. ഇതെന്താണ്, ഇതും ജസ്റ്റ് ഒരു BR ടാഗിനെ പോലെ തന്നെ ഒരു എലമെന്റ് ആണ്. എന്തില്ല, ക്ലോസിങ് അല്ലെങ്കിൽ കോണ്ടന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ HR ടാഗ് എന്താണ്, HR ടാഗ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ലൈന് കണ്ടില്ല, ഹോറിസോണ്ടൽ റൂൾ എന്ന് പറയും. അതായത് ഹോറിസോണ്ടലി ഒരു ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, HR ടാഗ് യൂസ് ചെയ്യുക. HR ടാഗ് നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പോയില്ലേ, കണ്ടോ ലൈന് പോയില്ലേ. അപ്പോൾ ഈ HR കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയാം, കമന്റ് ചെയ്യാന്ന് മീൻസ് ഈ ഒരു എലമെന്റ് നമുക്ക് HTML നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബ്രൗസറിന് അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കമന്റ് ടാഗ് യൂസ് ചെയ്യാം. കമന്റ് യൂസ് ചെയ്യാം. കമന്റ് ടാഗ് അല്ല, കമന്റ് യൂസ് ചെയ്യാം. കമന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, കീബോർഡിൽ കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ, ക്വസ്റ്റ്യൻ മാർക്കിന്റെ ചിഹ്നം കൂടി ഞെക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി, കമന്റ് ആയി. അതായത് കൺട്രോൾ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, കമന്റ് ചെയ്യാൻ പറ്റും. കമന്റ് ചെയ്യാൻ മീൻസ് എന്തെയില്ല, എലമെന്റ് പിന്നെന്തെയില്ല, നമുക്ക് വെബ് പേജിൽ ഷോ ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ അൺകമന്റഡ് ആണ്. ഇവിടെ കമന്റ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു, അതിലെന്ത് ചെയ്തു, ആ എലമെന്റ് ഇവിടെ ഹൈഡായി. കണ്ടില്ലേ? അപ്പോൾ ഈ രീതിയിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HR ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ HR ടാഗ് അല്ല, കമന്റിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ HR ടാഗ് എന്തിനുള്ളതാണ്, ഹൊറിസോണ്ടൽ റൂൾ, ഒരു ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, HR ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതിൽ നമുക്ക് അപ്പോൾ ഈ ഒരു എലമെന്റിന് പറയുന്ന പേര്, അതായത് നമ്മളുടെ HTML എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പണിംഗ് ടാഗ് ക്ലോസിംഗ് ടാഗ് വിത്ത് കോണ്ടന്റ് ആണ് നമ്മൾ എന്ത് പറയാ,
HTML എലമെന്റ് എന്ന് പറയാം. പക്ഷേ ഓപ്പണിംഗ് ടാഗ് മാത്രം അല്ലെങ്കിൽ ക്ലോസിംഗ് ടാഗ് കോണ്ടന്റ് ഇല്ലാത്തൊരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അതിന് വേറൊരു പേരുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എംപ്റ്റി എലമെന്റ് എന്ന് പറയാം. ഓക്കെ, എംപ്റ്റി എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പണിംഗ് ടാഗ് മാത്രം, അതായത് ക്ലോസിംഗ് ടാഗോ കോണ്ടന്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഓപ്പണിംഗ് ടാഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എംപ്റ്റി എലമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന രണ്ട് എലമെന്റ്സ് നമ്മൾ പരിചയപ്പെട്ടല്ലോ, BR ടാഗും XR ടാഗും പരിചയപ്പെട്ടു. പിന്നെ വേറൊരു കേസ് നമുക്കിപ്പോൾ ചില കാര്യങ്ങളിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? H1 കൊടുത്തു അല്ലേ? ഈ H1 കൊടുത്ത് അത് എന്ത് ചെയ്തു? ഫസ്റ്റ് ലൈനിൽ വന്നു. ഓക്കെ, അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്തു? H3 കൊടുത്തു. അതെന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? അടുത്ത ലൈനിലോട്ട് തന്നെ വന്നു അല്ലേ? അടുത്ത ലൈനിലോട്ട് തന്നെ വന്നില്ലേ? അതുപോലെ P കൊടുത്തപ്പോഴും എന്ത് ചെയ്യുന്നു? വീണ്ടും നെക്സ്റ്റ് ലൈനിലോട്ട് ചാടിയിട്ടാണ് വന്നത്. ഇത്രയും സ്പേസ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലേ? ഹലോ വേൾഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇത്രയും സ്പേസ് നമുക്ക് ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ P ടാഗ് നമ്മൾ കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു? പാരഗ്രാഫ് കൊടുത്തിട്ട് നേരെ നെക്സ്റ്റ് ലൈനിലോട്ട് ചാടി അല്ലേ? അതുപോലെ ഇവിടുന്ന് താഴോട്ട് വരുന്ന കേസിൽ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് നെക്സ്റ്റ് ലൈനിലോട്ട് ചാടിയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ING ടാഗ് അല്ലെങ്കിൽ ഒരു A ടാഗ് കൊടുത്ത സമയത്ത് കണ്ട ഒരു A ടാഗ് ആണ് ഇത്. ഫസ്റ്റ് നമ്മൾ കൊടുത്തത് എന്തിൻ്റെ ഉള്ളിലാണ്? ഒരു A ടാഗിൻ്റെ ഉള്ളിലാണ് ING കൊടുത്തത് അല്ലേ? ING കൊടുത്തത്. അത് ഇതൊരു A ടാഗ് ആണ്. A ടാഗ് എവിടെ വന്നത്? ഇവിടെ വന്നു. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ING ടാഗ്. ഈ ING ടാഗ് എവിടെ വന്നു? ഇത് നെക്സ്റ്റ് ആയിട്ട് ആ സെയിം ലൈനിൽ തന്നെ നമുക്ക് വിസിബിൾ ആയി അല്ലേ? അതുപോലെ മൂന്നാമത്തെ ING ടാഗ് എവിടെ വന്നു? അത് അതിൻ്റെ നെക്സ്റ്റ് ആ സെയിം ലൈനിൽ തന്നെ നെക്സ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് എലമെന്റ് വിസിബിൾ ആയി. അതുപോലെ ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ ഒരു A ടാഗ് ഒന്നുകൂടി കാണിച്ചുതരാം. ഇവിടെ എന്ത് ചെയ്തു? ജസ്റ്റ് HRF ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, വെറുതെ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു A ടാഗ് എലമെന്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തു. അത് കണ്ടോ? ഈ ഇമേജിന്റെ നേരെ ആ ലൈനിൽ തന്നെ നെക്സ്റ്റ് ആയിട്ട് ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ വന്നു. കണ്ടോ? പക്ഷേ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? P ടാഗ് കൊടുത്തു. P ടാഗ് കൊടുത്തിട്ട് ഹലോ വേൾഡ് നോക്കി. ഹലോ വേൾഡ് അപ്പം എന്ത് ചെയ്തു? താഴോട്ട് വന്നുണ്ടോ? നെക്സ്റ്റ് P ടാഗ് കൊടുത്തിട്ട് താഴോട്ട് വന്നു. A ടാഗ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് ആ സെയിം ലൈനിൽ നിന്ന് നെക്സ്റ്റ് ആയിട്ട് വന്നു. ഈ വേറൊരു ടാഗ് ഉണ്ട്, ജസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ഉണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും? ജസ്റ്റ് ചെറിയ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ. സ്ട്രിങ് മീൻസ് ചെറിയ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ P ടാഗ് പോലെ തന്നെ കുറച്ചും കൂടി അത്ര തന്നെ സൈസ് ഇല്ലാത്ത രീതിയിൽ, പാരഗ്രാഫിൻ്റെ അത്രയും സൈസ് ഇല്ലാത്ത രീതിയിൽ ചെറിയ ടെക്സ്റ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പാൻ ടാഗ്. അപ്പോൾ ഈ സ്പാൻ ടാഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്പാൻ ടാഗ് കൊടുത്തപ്പോഴാണ് ഇത് സംഭവിച്ചത്? A ടാഗിന് ശേഷം അതിന് നെക്സ്റ്റ് ആയിട്ട് തന്നെ എന്ത് വന്നു? സ്പാൻ ടാഗ് വന്നു. അപ്പം P ടാഗ് എന്ത് ചെയ്യും? അപ്പോഴും ഇവിടെ സ്പേസ് ഉണ്ടായിട്ട് കൊണ്ട് തന്നെ അതിൻ്റെ താഴോട്ട് സ്പേസ് എടുക്കുന്നത്. അത് സംഭവം മനസ്സിലായോ? അതെന്താ? അത് നമുക്ക് HTML രണ്ട് ടൈപ്സ് ടാഗ്സുകൾ വരുന്നുണ്ട്. എന്താണ്? ഒന്ന് ബ്ലോക്ക്, ഒന്ന് ബ്ലോക്ക് എലമെന്റ്സും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? ഒന്ന് ഇൻലൈൻ എലമെന്റ്സും. എന്തൊക്കെയായിരുന്നു? ബ്ലോക്ക് ആൻഡ് ഇൻലൈൻ എലമെന്റ്സ് വരുന്നുണ്ട്. അതായത് ബ്ലോക്ക് എലമെന്റ്സ് മീൻസ് എന്താണ്? ആ എലമെന്റ്സുകൾ എന്താണ്? അതായത് ആ കംപ്ലീറ്റ് ഹോൾ ലൈൻ സ്പേസ് ഫുള്ളി ഒക്യുപ്പൈ ചെയ്തിട്ടായിരിക്കും ആ എലമെന്റ് സ്പേസ് എടുക്കുന്നുണ്ടാവും. അതായത് നമ്മളിപ്പം ഒരു P ടാഗ് ആഡ് ചെയ്തു. P ടാഗ് ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി എവിടെ വരുന്ന? ആദ്യം തന്നെ ആ P ടാഗ് വേറെ ഒരു എലമെന്റ് നിൽക്കുന്ന ലൈനിലോട്ട് ഡയറക്റ്റ്ലി വരില്ല. അത് നേരെ എന്ത് ചെയ്യുക? അടുത്ത ലൈനിലോട്ട് ചാടിയിട്ട് വരിക. അതായത് ഒരു പുതിയ ലൈനിലോട്ട്, ഒരു ലൈൻ ബ്രേക്കോട് കൂടിയാണ് P ടാഗും H ടാഗും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. ഈ ഒരു കൂട്ടം ടാഗിനാണ് നമ്മൾ എന്ത് പറയുക? ബ്ലോക്ക് ടാഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലോക്ക് എലമെന്റ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ലൈൻ ബ്രേക്കോട് കൂടെ എലമെന്റ് വിസിബിൾ ആവും. അതിന് മുന്നേ എന്ത് എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യില്ല, അത് കുറഞ്ഞ സ്പേസ് മാത്രം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, ആ ലൈനിൽ സ്പേസ് ഉണ്ടെങ്കിൽ പോലും ആ ലൈനിൽ എടുക്കില്ല. അതിൻ്റെ ലൈൻ ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് ലൈനിലോട്ടായിരിക്കും അത് ഷോ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇവിടെ കാണിച്ചു തരാം, കൺഫ്യൂഷൻ ആവേണ്ട. P ടാഗ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് വരും? ജസ്റ്റ് മുമ്പ് എത്ര സ്പേസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ സ്പേസ് ഉണ്ട്, വിസിബിൾ ആക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പക്ഷേ എത്ര തന്നെ സ്പേസ് ഉണ്ടെങ്കിൽ പോലും
എന്തെടുക്കില്ല, ആ ലൈനിൽ വിസിബിൾ ആവില്ല. ലൈനിൽ എന്ത് ചെയ്യും, ലൈൻ ബ്രേക്കോട് കൂടി നെക്സ്റ്റ് ലൈനിലോട്ടായിരിക്കും പി ടാഗും എച്ച് ടാഗും കാര്യങ്ങളെല്ലാം വിസിബിൾ ആകുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനാണ് നമ്മൾ എന്ത് പറയുക, ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ സ്പാൻ്റെ പ്രത്യേകത വേണ്ടിയില്ലേ, സ്പാൻ സെയിം കേസിൽ തന്നെ എല്ലാം നമ്മൾ കൊടുക്കും. സ്പാൻ ആണെന്നുണ്ടെങ്കിൽ എ ടാഗ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ കൊടുക്കുമെങ്കിലാണ് എന്താണ് ജസ്റ്റ് ഒരേ ടെക്സ്റ്റ് ആണ്, പല വേൾഡിൽ നിന്നാണ് ഒരേ സ്പേസ് നമുക്ക് അവിടെ ആവശ്യം വരുന്നത്. നമ്മൾ സ്പാൻ ജസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്യും, ആ ഹലോ വേൾഡ് അവിടെ പോയി, സ്പാൻ അവിടെ പോയി. പക്ഷെ പി ടാഗ് ഇവിടെ തന്നെ, പി ടാഗിനുള്ള സ്പേസ് പെട്ടെന്ന് ഉണ്ടായിട്ട് കൂടി എന്ത് ചെയ്തു, താഴോട്ട് ജമ്പ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പാൻ ടാഗും എ ടാഗും എന്ത് ചെയ്തു, അവിടെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പേസ് ഓക്യുപ്പൈ ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലോട്ട് ചാടുള്ളൂ. അതായത് പി ടാഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ഹോൾ ദ ലൈൻ സ്പേസ് ഫുൾ എടുക്കും. ആ ലൈനിലെ ഫുൾ സ്പേസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, പി ടാഗ് അല്ലെങ്കിൽ ബ്ലോക്ക് എലമെന്റ്സുകൾ വർക്ക് ചെയ്യുക. സെയിം കേസിൽ ഇൻലൈൻ എലമെന്റ്സുകൾ എങ്ങനെ വർക്ക് ചെയ്യുക, ആ സ്പേസിന് ആ ഒരു കോണ്ടന്റിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് എത്രയാണോ, ആക്ച്വൽ സ്പേസ് എത്രയാണോ ആവശ്യം വരുന്നത്, അത്ര മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്പേസ് എടുക്കുള്ളൂ. അതായത് ഇവിടെ ഇപ്പോൾ ഹലോ വേൾഡ് എന്നുള്ളത് ഈ ഒരു എലമെന്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ചെറിയൊരു സ്പേസ് മാത്രമേ ശരിക്കും വേണ്ടി വന്നിട്ടുള്ളൂ. അതിനെക്കൊണ്ട് എന്ത് ചെയ്തു, അത് ഇൻലൈൻ, സ്പാനൊരു ഇൻലൈൻ എലമെന്റ് അതിനെക്കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്, ആ ഒരു സ്പേസ് മാത്രം ഒക്യുപ്പൈ ചെയ്തിട്ട് വിസിബിൾ ആയത്. സെയിം കേസിൽ ബ്ലോക്ക് എലമെന്റിലാണ് നമ്മളത് വിസിബിൾ ആക്കിയത് എന്നുണ്ടെങ്കിൽ, ബ്ലോക്ക് എലമെന്റിലാണ് നമ്മൾ വിസിബിൾ ആക്കിയതെന്നുണ്ടെങ്കിൽ എന്താവും, നമുക്കത് നെക്സ്റ്റ് ലൈനിലോട്ട് ചാടിയിട്ടേ കാണിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ബ്ലോക്ക് ആൻഡ് ഇൻലൈൻ എലമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ടാഗ്സുകളും കൂടെ നമുക്ക് പരിചയപ്പെടാറുണ്ട്. ഫോർമാറ്റിംഗ് ടാഗ്സും അതുപോലെ സെമാൻറ്റിക് ടാഗ്സും. അതുപോലെ ഫോർമാറ്റിക് ടാഗ്സ്, അതായത് ഫോർമാറ്റിക് ടാഗ്സ് എന്താണ്, ഫോർമാറ്റിക് ടാഗ്സ്. ഓക്കെ, ഫോർമാറ്റിംഗ് ടാഗ്സ് മീൻസ് എന്താണ്, ജസ്റ്റ് ഒന്നുമില്ല, നമുക്ക് എന്താണ്, നമുക്ക് ഫോർമാറ്റ്, ഒരു ടെക്സ്റ്റ് നമുക്ക് ഫോർമാറ്റ് ചെയ്യണം, പല രീതിയിൽ ഫോർമാറ്റ് ചെയ്യണം. നമുക്ക് ഫോർമാറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താണ്, ഫോർമാറ്റിംഗ് മീൻസ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കാം അല്ലെങ്കിൽ ഇറ്റാലിക് ആക്കാം. ആ ഒരു രീതിയിലുള്ള ഫോർമാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്യുക. സംഭവം മനസ്സിലായില്ലേ? അതായത് ഒരു ടെക്സ്റ്റ് നമുക്ക് പല രീതിയിൽ ഫോർമാറ്റ് ആക്കാൻ വേണ്ടി പറ്റും. എന്താണ്, ഒരു മേ ബി ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, അതുപോലെ ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. ആ ഒരു രീതിയിൽ ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വെബ് പേജിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്യുക. നമ്മൾ മൾട്ടിപ്പിൾ സെവറൽ ഫോർമാറ്റിംഗ് ടാഗ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യാം. മെയിൻലി കുറച്ച് ഐറ്റംസ് ആണ് വരുന്നത്. ഫസ്റ്റ് ബി ടാഗ് ഉണ്ട്. ബി ടാഗ് മീൻസ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു എടുക്കാം. ഹലോ വേൾഡ് കൊടുത്തു, ബി ടാഗിനുള്ളത് നമ്മൾ ഹലോ വേൾഡ് കൊടുത്തു. ഹലോ വേൾഡ് എന്താണ്, ഒരു ബി ടാഗ് എന്താണ്, ഒരു ഫോർമാറ്റിംഗ് ടാഗ് ആണ്. മീൻസ് ബി എന്തിനാണ്, ഒരു ഇതെന്താ തിക്നെസ് കൂടിയിട്ട് വന്നു അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ബോൾഡ് ആയിട്ട് വന്നു. അപ്പോൾ ബി ടാഗ് എന്തിനുള്ളതാണെന്നാണ്, ബി ടാഗ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബി ടാഗ് യൂസ് ചെയ്യുന്നത്. ബോൾഡായിട്ട് കുറച്ച് ടെക്സ്റ്റ്, ബോൾഡായിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് വന്നിട്ട് നമ്മൾ HTML കണ്ടന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബി ടാഗ് യൂസ് ചെയ്യാം. അത് ഹെഡിങ് അല്ലാണ്ട് റീഡ് ചെയ്യും കേട്ടോ. നമുക്ക് ഹെഡിങ് ടാഗ് അങ്ങനെയല്ല, ഹെഡിങ് ആയിട്ടായിരിക്കും HTML കാണിക്കുക. അതായത് ഹെഡിങ് മീൻസ്, ഹെഡിങ് ടാഗ് കൊണ്ട് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ഏത് രീതിയിൽ, ഇപ്പോൾ SEOസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. SEO മീൻസ് നമ്മൾ പെട്ടെന്ന് സെർച്ച് ചെയ്യുന്ന നമ്മൾ വെബ്സൈറ്റുകൾ എന്തെങ്കിലും കോണ്ടന്റ് വൈസിൽ, ഇപ്പോൾ ഒരാൾ HTML എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണെന്ന് കരുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ഹെഡിങ് ടാഗ്, അത് H1 ടാഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും, അല്ലെങ്കിൽ ഹെഡിങ് സീരീസിൽ ഏതെങ്കിലും ഒരു ടാഗിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരാൾ HTML എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളെ വെബ് പേജിലെ കോണ്ടന്റ് അത് ഹെഡിങ് ടാഗിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളെ വെബ് പേജും കൂടി ആ സെർച്ചിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതായത് ആ സെർച്ചിൻ്റെ റിസൾട്ടായിട്ട് നമ്മളെ വെബ് പേജിൽ കൂടി കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് ഹെഡിങ് ടാഗ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ.
സെയിം കേസിൽ നമ്മൾ ബോൾഡ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഫോണ്ടിന്റെ സൈസ് ഒന്ന് കൂട്ടി, എന്നിട്ട് ബി ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യില്ല. അതായത് ഒരു ഹെഡിങ് എന്നുള്ള രീതിയിൽ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യില്ല, ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് സെർച്ച് ചെയ്യുന്ന സമയത്ത് HTML സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാഗ്, ഈ ഒരു എലമെന്റ് എന്ത് കാണിക്കില്ല, റിസൾട്ട് ആയിട്ട് കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ബി ടാഗ് ഒന്ന്. അതുപോലെ എന്തുണ്ട്, ഐ ടാഗ് ഉണ്ട്. ഐ ടാഗ് എന്താണ്, അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഹലോ വേൾഡ് കൊടുക്കുന്നു. ഹലോ വേൾഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഐ എന്തിനാണ്, ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, എന്താ ഒന്ന് ചെരിഞ്ഞിട്ടൊന്ന് സ്റ്റൈലിഷ് ആക്കിയിട്ട് എഴുതിയിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഇറ്റാലിക് ആക്കിയിട്ട് ഒരു ഫോണ്ട് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എന്തുണ്ട്, സ്മോൾ ഹലോ വേൾഡ് സ്മോൾ ആകുമ്പോൾ എന്താ, ഈ ടെക്സ്റ്റ് എന്താണ്, ഈ ടെക്സ്റ്റിന്റെ സൈസ് കണ്ടില്ല, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ചെറുതാണ് അല്ലേ. അപ്പോൾ സ്മോൾ എന്തിനാണ്, സൈസ് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ജസ്റ്റ് ഒന്ന് ഡെല്ലിൽ ഹലോ വേൾഡ് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ എന്തായി, അല്ല ഈ ഹലോ വേൾഡ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തിട്ട് വന്നു. കണ്ട, അത് കൊടുക്കുന്ന അതായത് ഡിലീറ്റ് എന്നുള്ള രീതിയിലാണ് ആ ഡെല്ല് വരിക. അത് സ്പെസിഫൈ ചെയ്യുന്ന എന്താണ്, ക്ലോസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ടെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്താണോ, കോണ്ടന്റ് എന്താണോ, ആ കോണ്ടന്റ് ക്ലോസ് ലൈൻ വെച്ചിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു രീതിയിലൊക്കെ കാണല്ലേ, 482999 എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും, INS ഉണ്ട്, INSൽ എന്ത് കൊടുക്കും, 250 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ എന്തായി, ഇത് കണ്ട 299 കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, 250 വന്നു. ഈ 250 എന്ത് അണ്ടർലൈനോട് കൂടിയാണ്. INS നമുക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു വാല്യൂ ഇതേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് അണ്ടർലൈനോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സ്പാൻ കൊടുക്കാം. സ്പാൻ കൊടുത്തപ്പോൾ അതായത് നമ്മൾ വെബ് പേജ്, നമ്മൾ ആമസോൺ പോലത്തെ വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, 299 എന്തെങ്കിലും ക്ലോസ് ചെയ്ത് എന്നിട്ട് എന്തെങ്കിലും അതിൻ്റെ പ്രൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും പുറത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. മേബി എന്തെങ്കിലും ഒരു കോണ്ടൻസ് എന്തെങ്കിലും, ഇപ്പം ഈ ഹലോയിൽ എന്തെങ്കിലും വേൾഡ് നമുക്ക് എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് എന്ന് പറഞ്ഞിട്ട് എലമെന്റ് ഉണ്ട്. ഇത് എടുത്തിട്ട് മാർക്ക് എന്ന് പറഞ്ഞിട്ട് എലമെന്റ്, ഈ എലമെന്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ഈ വേൾഡ് എന്ത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്തിട്ട് വരും. അല്ല, ഹലോ വേൾഡിൽ എന്ത് ചെയ്തു, വേൾഡ് മാത്രം ഒരു യെല്ലോയിഷ് ആയിട്ട് വന്നത് എന്താ, അതായത് നമ്മൾ ഹൈലൈറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ എന്ത് വരും, ഹൈലൈറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്തരം ടാഗ്സുകളെ നമ്മൾ എന്ത് പറയാം, ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയാം. ഓക്കെ, ഫോർമാറ്റിംഗ് ടാഗ്സ് നമ്മൾ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ നമുക്ക് സെമാന്റിക് ടാഗ്സ് ഉണ്ട്. സെമാന്റിക് ടാഗ്സ് മീൻസ് എന്താണ്, ഈ ടാഗ്സിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ടാഗുകൾ എന്തായിരിക്കും, ആ ടാഗുകൾ നമുക്ക് ടാഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ടാഗ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിലുള്ള കോണ്ടന്റ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നതിലുള്ള ആ കോണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ എന്താ പറയുക, ജസ്റ്റ് എൻ്റെ ഒരു ഇപ്പോൾ നമുക്ക് സെമാന്റിക് ടാഗ്സ്, ഇപ്പോൾ ഒരു ഹെഡർ എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ട്. ഹെഡർ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, നമുക്ക് ഈ ഹെഡർ നമ്മളവിടെ കൊടുക്കുക, ജസ്റ്റ് നമ്മൾ വെബ് പേജിന്റെ ഈ ഒരു പോർഷനിൽ വരുന്ന സംഭവം, അതായത് ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരു ഹെഡർ ആക്കിയിട്ട് കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹെഡിങ് പോലത്തെ സംഭവം എന്തെങ്കിലും കൊടുക്കണം. ഏറ്റവും ടോപ്പിൽ, വെബ്സൈറ്റിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന സംഭവമാണ് എന്ത് വരിക, ഹെഡർ എന്ന് പറയും. ഈ ഹെഡർ സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലുള്ള കോമ്പണൻസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക,
എലമെന്റ്സുകളൊക്കെ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു IMG ടാഗിൽ ഒരു ലോഗോ കൊടുക്കാം. ലോഗോ കൊടുക്കാം. അതേപോലെ എന്ത് കൊടുക്കാം, ഇപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മളൊരു വെബ് പേജിൽ സംഭവങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് ലോഗോ അല്ലെങ്കിൽ ബട്ടൺ ടാഗ് ഉണ്ട്. ബട്ടൺ ടാഗ് നമുക്ക് പരിചയപ്പെടാനുള്ളതാണ്. ജസ്റ്റ് ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ബട്ടൺ ടാഗിൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൊടുത്ത് വേണ്ട ബട്ടൺ വിസിബിൾ ആയി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ശരിക്കും ഹെഡർ എവിടെ നമ്മൾ കൊടുക്കേണ്ടത്, ഏറ്റവും ടോപ്പിലാണ് കൊടുക്കേണ്ടത്. അതായത് ബോർഡിൻ്റെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെഡർ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതെന്താണ്, അത് ഹെഡറാണ്, അത് നമ്മുടെ വെബ് പേജിൻ്റെ ഏറ്റവും ടോപ്പിലെ പാർട്ടാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. ഈ ഹെഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ വെബ് പേജിലെ ഏറ്റവും ടോപ്പിൽ വിസിബിൾ ആകുന്ന കോമ്പണൻ്റ് ആണെന്നുള്ള രീതിയിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതേപോലെ ഫൂട്ടർ ഉണ്ട്. ഫൂട്ടർ ടാഗ് മീൻസ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഐറ്റംസുകളൊക്കെ കാണിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഇതാണ്, ഈ സംഭവം കണ്ടില്ലേ, ഇത്രയും കോമ്പണൻസ് ഇല്ലേ, ഇത് നമുക്ക് എന്തെന്ന് പറയാം, നമ്മളൊരു ഹെഡർ കോമ്പണൻ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഹെഡറാണ്, നമ്മൾ വെബ് പേജിൻ്റെ ഉള്ളിലെ ഹെഡറാണെന്ന് പറയാം. ഇത് നമുക്ക് എന്തിൽ കൊടുക്കാൻ പറ്റും, ഹെഡർ സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഹെഡർ സെക്ഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏറ്റവും ടോപ്പിൽ വരുന്ന കോമ്പണൻ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. ഈ ഒരു കോമ്പണൻ്റ് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ ഇത്രയും കോമ്പണൻസ്, ഒരു എന്താ റെക്ടാങ്കിൾ ഷേപ്പിൽ ഇതിൽ ഇത്രയും എലമെന്റ്സുകൾ വരുന്നില്ല. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു എലമെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഹെഡറിന്റെ ശേഷം അസൈഡ് എന്ന് പറയും. അസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ ആയിട്ട് നമുക്കൊരു കോമ്പണന്റ് വിസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ, വിസിബിൾ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കാം, അതിന് നമുക്ക് എന്ത് ചെയ്യാം, അസൈഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്, അത് സൈഡിലുള്ള ഒരു എലമെന്റ് ആണെന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഹെഡർ എന്താണ്, അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു സാധനം ഒരു എലമെന്റ് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അസൈഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഫൂട്ടർ വരുന്നത്. ഫൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെബ് പേജിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ബ്ലാക്ക് ഏരിയ, ഇത്രയും ഒരു പോർഷൻ കഴിയും, ഇത്രയും കോണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ കണ്ടില്ലേ. ഈ ഒരു കോമ്പണന്റിന് നമുക്ക് എന്താ പറയാം, ഈ ഒരു പാർട്ടിന് നമുക്ക് എന്താ പറയാം, ഫൂട്ടർ എന്ന് പറയാം. അപ്പോൾ ഈ ഇത്രയും ഐറ്റംസ് നമുക്ക് ഇതിൽ, അതായത് പേജിന്റെ ഏറ്റവും അവസാനം വരുന്ന എലമെന്റ് ആണ് അല്ലെ, എലമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിന് മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫൂട്ടർ ടാഗിൽ നമുക്ക് റാപ്പ് ചെയ്യാൻ പറ്റും. ഈ എലമെന്റ്സ് മൊത്തം എന്ത് ചെയ്യാം, ഒരു ഫൂട്ടർ ടാഗിന്റെ ഉള്ളിൽ, ഫൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഉള്ളിലായിരിക്കും ബാക്കിയുള്ള ഇത്രയും ഇമേജും അല്ലെങ്കിൽ ഈ ടെക്സ്റ്റും ഈ ഹെഡും ഈ ടെക്സ്റ്റുകൾ ഈ എലമെന്റ്സുകളൊക്കെ എന്തിലാണ് കൊടുക്കുക, ഈ ഫൂട്ടർ സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഈ ഫൂട്ടർ കണ്ടാൽ തന്നെ നമുക്ക് തിരിയും ഇത് അതിൻ്റെ കോമ്പണന്റിൽ അല്ലെങ്കിൽ ഈ പേജിന്റെ അവസാന പോർഷനിൽ എത്തിയിരിക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ ആണ് നമുക്ക് നേവിഗേഷൻ ബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാവും ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതൊക്കെ നേവിഗേഷൻ ബാർ ആയിട്ട് കിട്ടാം. അപ്പോൾ നമുക്ക് ഹെഡറിൽ എന്ത് ചെയ്യാമാണെന്നുണ്ടെങ്കിൽ നേവിഗേഷൻ ബാറും കൂടി കൊടുക്കാൻ പറ്റും. അപ്പോൾ നേവിഗേഷൻ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേവ് എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു ടാഗ് കൊടുക്കാം. ടാഗിൽ ഇവിടെ എന്ത് കൊടുക്കുക, മെനു, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഹോം, ടാഗിൽ വീണ്ടും എന്ത് കൊടുക്കും, ഷോപ്പ്, ഒരു ഇ-കൊമേഴ്സ് ആണ് വരുന്നത്, ഷോപ്പ്. പിന്നെ എന്ത് ചെയ്യാം, ടാഗിൽ പ്രൊഫൈൽ. ഇപ്പോൾ ഇത്തരം രീതിയിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, അല്ല ഹോം, ഷോപ്പ്, പ്രൊഫൈൽ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നേവിഗേഷൻ ബാർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഐറ്റംസുകൾ നമുക്ക് നേവിഗേഷൻ ബാർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നുള്ള രീതിയിൽ ഒരു നേവിഗേഷൻ ബാർസുകളാണ്. അപ്പോൾ ഇത്തരം നേവിഗേഷൻ ബാറുകളാണ്, ഇത് നേവിഗേഷൻ ബാർ ആണെന്നുള്ളത് നമുക്ക് കോഡ് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് നേവിനുള്ള എലമെന്റ് ഉള്ളിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ കൊടുക്കുന്ന ഈ ടാഗ്സുകളൊക്കെ നമുക്ക് എന്ത് പറയാമെന്നാണ് പറഞ്ഞപ്പോൾ നേവിഗേഷൻ അല്ലെങ്കിൽ അസൈഡ്, ഹെഡർ, ഫൂട്ടർ മാത്രമല്ല ഇനി വേറെ ഉണ്ട്, ടാബിൾ വരുന്നുണ്ട്.
ടേബിൾ വരുന്നുണ്ട്, അതുപോലെ എന്ത് വരുന്നുണ്ട്, ടാബിളിൻ്റെ ടാഗ്. അതിനെന്ത് വരുന്നത്, ടാബിൾ എന്ന് പറഞ്ഞിട്ട് ടാഗ് കാണിക്കണം. ടാബിൾ എന്ന് പറഞ്ഞിട്ട് ടാഗ്, ഈ ടാഗ് കണ്ടില്ലേ, ഈ ഒരു ടാഗ് കണ്ടില്ലേ, ഈ ടാഗ് എന്താണ്, ഇത് അതിനുള്ളിൽ വരുന്ന കോണ്ടന്റ് എന്താണ്, അത് ടാബിൾ ആണെന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയില്ലേ. അതിനെ കൊണ്ട് നമുക്ക് ഈ ടാബിളിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു സെമാൻറ്റിക് ടാഗ് ആണ്, അല്ലെങ്കിൽ ഒരു ടാഗിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെമാൻറ്റിക് ടാഗ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ ING ടാഗ് ആണെങ്കിൽ, ING ടാഗ് കണ്ടാൽ തന്നെ നമുക്ക് തിരിയില്ലേ, അല്ലെങ്കിൽ അറിയില്ല, മനസ്സിലാവില്ല എന്താണ് അതൊരു ഇമേജ് ആണ് അത് കാണുന്നത്, അല്ലെങ്കിൽ ഇമേജ് ആണ് അവിടെ വിസിബിൾ ആക്കുന്നത് എന്നുള്ള കോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയുന്നത്, അതൊരു എന്താണ്, അതൊരു സെമാൻറ്റിക് ടാഗ് ആണെന്ന് പറയാം. ഓക്കെ. അതുപോലെ ഫോം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഗൂഗിൾ ഫോം ഒക്കെ പോലത്തെ ഒരുപാട് ഫോംസുകൾ കണ്ടില്ല, നമ്മൾ സൈനപ്പ് ഫോം, ലോഗിൻ ഫോം ഒക്കെ കണ്ടില്ലേ, ആ ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്യൽ ഇതുപോലത്തെ ഫോംസ് കൊടുക്കുക. അപ്പോൾ ആ ഫോംസ് ഒക്കെ ക്രിയേറ്റ് ആവുന്നത് ഈ ഫോം എലമെന്റിനുള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫോം എന്നുള്ള എലമെന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ അതൊരു ഫോം ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ഫീൽഡ്സുകൾ ഉണ്ട്, അതിൻ്റെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അപ്പം മനസ്സിലാവില്ലേ. അപ്പോൾ അതിൻ്റെ കോണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എലമെന്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് എന്ത് പറയാം, ഫോം ടാഗിനെ നമുക്ക് എന്ത് പറയാം, ഒരു സെമാൻറ്റിക് ടാഗ് ആണെന്ന് പറയാം. ഓക്കെ. അതുപോലെ അപ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കി, ഫോർമാറ്റിംഗ് ടാഗ്സ് നോക്കി, സെമാൻറ്റിക് ടാഗ്സ് നോക്കി അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാം ജസ്റ്റ് അതേപോലെ ബ്ലോക്ക് ആൻഡ് ഇൻലൈൻ എലമെന്റ്സ് എല്ലാം നോക്കി അല്ലേ. അതുപോലെ empty elements നോക്കി അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഓൾ, അതായത് UL എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. ഇതെന്താണ് UL എന്ന് നമുക്ക് ചില വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ചില കേസിലൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ടത്, ഇത് വേണ്ട ഒരു ലിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റ് വൈസിൽ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റകൾ നമ്മളെ HTML കോണ്ടന്റ് എന്ത് ചെയ്യും, പോയിന്റ് വൈസിൽ കൊടുക്കണം. ഇതൊരു പോയിന്റ് ആണ്, ഇനി അടുത്ത പോയിന്റ് എന്ത് വരണം, ഒരു ഡോട്ട് വരണം അല്ലേ. ആ രീതിയിൽ നമുക്ക് വിസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, UL ടാഗ്. അതായത് UL ടാഗിൽ എന്ത് ചെയ്യാം, UL ടാഗ് മീൻസ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. എന്താണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ. എന്താണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പോയിന്റുകൾ എന്ത് ജസ്റ്റ് ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് ഒരു പോയിന്റ് ആണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓരോ എലമെന്റ്സുകളും, അതായത് ഫസ്റ്റ് പോയിന്റ് കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഹലോ വേൾഡ് ഫസ്റ്റ് പോയിന്റ് കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു LI ടാഗ് കൊടുക്കാം. അത് ULന്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു എലമെന്റ് കാണിക്കണം, അല്ല ഒരു പോയിന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു LI ടാഗ് കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും LI ടാഗ് കൊടുക്കുക. ഹലോ വേൾഡ് പിന്നെ UL. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ വന്ന് നോക്കാം, നമ്മുടെ വെബ് പേജിൽ വന്ന് നോക്കാം, എന്താ മാറ്റമൊന്നുമില്ല. എന്താ ഹലോ വേൾഡ് ദിസ് ഈസ് UL എന്ത് ചെയ്തു, രണ്ട് പോയിന്റ്സുകളായിട്ട് സംഭവം വന്നു. കണ്ടില്ലേ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, സംഭവം മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും LI ടാഗ്സ് എത്ര പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ. അതിനൊന്നും പ്രശ്നമില്ല, എത്ര പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പോയിന്റ്സ് ഇപ്പോൾ നമ്മൾ LA വെച്ച് ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, അൺഓർഡേർഡ് ലിസ്റ്റ്. അതായത് ഇതിൽ പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളതിനെ കൊണ്ട് നമുക്ക് അതിന് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയാം. ഇതിനിപ്പോൾ നമുക്ക് എന്ത് വേണം, ചിലപ്പോൾ ഇത് 1 2 3 4 5 അല്ലെങ്കിൽ ABCDE എന്നുള്ള രീതിയിൽ ആൽഫബറ്റ്സും അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കാണിക്കേണ്ടി വരും. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അപ്പോൾ അതിനാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. OL എന്താണ്, ഓർഡേർഡ് ലിസ്റ്റ്. മറ്റേത് എന്ത് ചെയ്യുന്നു, അൺഓർഡേർഡ് ലിസ്റ്റ്. ഇതെന്താണ്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ. എന്താണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ അല്ലേ. ഈ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്,
നമുക്ക് ഒരു ഓർഡർ വൈസുള്ള ഡാറ്റകൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്പേഴ്സ്, ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു ഓർഡർ കീപ്പ് ചെയ്യണം. നമ്മുടെ ലിസ്റ്റിന് ഒരു ഓർഡർ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ലിസ്റ്റ് യൂസ് ചെയ്യാം. ഓർഡർ ലിസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഹലോ വേൾഡ് പറഞ്ഞു. എന്താ വന്നുകൊണ്ട് കണ്ടോ? 1 എന്ന് പറഞ്ഞിട്ട് ഹലോ വേൾഡ് വന്നു. നമ്മൾ രണ്ടാമത് എന്ത് ചെയ്തു? എല്ലാം കൊടുത്തു. ദിസ് ഈസ് OL. ഓക്കെ, OL കൊടുത്തു. കണ്ടോ? 2 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു. അതുപോലെ ജസ്റ്റ് ഞാൻ ഇതിന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് എന്താ ഡാറ്റ വന്നു നോക്കിയാൽ 1 2 3 4 5 6 7 എന്ന് പറഞ്ഞിട്ട് ഡാറ്റകൾ വന്നു അല്ലേ. ഇനി ഇതെന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ന്യൂമറിക്കൽസ് ആണ്, ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. നമുക്ക് അത് എന്ത് ചെയ്യണം? ടാഗ് അല്ലെങ്കിൽ ABCD എന്നുള്ള രീതിയിൽ വരണം. അപ്പോൾ അതിനെന്താണ് നമുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു എലമെന്റിന് എക്സ്ട്രാ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബൈ ഡീഫോൾട്ട് എന്തായിട്ട് എടുക്കുന്നത്? ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ്, ന്യൂമറിക്കൽ ഓർഡറിലാണ് എന്ത് വരുന്നത്? ഇതിലുള്ള എലമെന്റ്സുകൾ അല്ലെങ്കിൽ എല്ലാ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ആൽഫബറ്റിക് ഓർഡറിൽ വേണം. ഇത് ക്യാപിറ്റലിൽ പല ഓപ്ഷൻസ് ആണ് കേട്ടോ. അത് ന്യൂമറിക്കൽ ടൈപ്പ് നമ്മൾ കൊടുത്ത് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സജഷൻ കാണിക്കും. എന്ത് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ബൈ ഡീഫോൾട്ട് 1 അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസ് എന്നുള്ള രീതി കാണിക്കും. രണ്ടാമത്തെ എന്താണ്? അതാണ് അത് ക്യാപിറ്റൽ ലെറ്റർ അപ്പർ കേസിലാണ് കാണിക്കുന്നത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ റോമൻ ലെറ്റർ നമ്പറാണ് കേട്ടോ. റോമൻ ലെറ്റർ നമ്പറാണ്. അത് 1 എന്നുള്ള രീതിയിൽ, അത് റോമൻ ലെറ്റർ 1 അത് അതിൻ്റെ ലോവർ കേസിൽ റോമൻ ലെറ്റർ 1 2 അത് 2 ഐ എന്നുള്ള രീതിയിൽ ഡാറ്റ വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫബറ്റ്സ് ക്യാപിറ്റലാക്കി കൊടുക്കാം, അതിനാക്കി കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്തു? ABCDEFG എന്ന് പറഞ്ഞിട്ട് ഡാറ്റ മാറിയിട്ട് വന്നു അല്ലേ? വന്നില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്മോൾ ലെറ്റർ A ആക്കി കൊടുക്കാം. സ്മോൾ ലെറ്റർ A ആക്കി. അപ്പോഴോ എന്നാ ഡാറ്റ വന്നിട്ട് മാറി വന്നില്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ABCDEFG എന്ന് പറഞ്ഞൊരു ഡാറ്റ വന്നു. സ്മോൾ ലെറ്റർ A ആക്കി, സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സിൽ വന്നു. ഇനി നമുക്ക് ജസ്റ്റ് 1 തന്നെ കൊടുത്തു നോക്കാം. 7 വരെ വന്നു. ഇനി അത് നമുക്കൊരു 10 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് 10 കൊടുക്കാം. അപ്പോൾ എന്ത് 10 11 12 13 എന്ന് പറഞ്ഞിട്ട് ഡാറ്റ മാറിയിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നു അല്ലേ? അപ്പോൾ സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? മനസ്സിലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ? അപ്പോൾ എന്ത് വന്നു? സ്റ്റാർട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ റോമൻ ലെറ്റർ ആക്കി കൊടുക്കാം. ക്യാപിറ്റൽ I കൊടുക്കും. ക്യാപിറ്റൽ ലെറ്റർ I കൊടുത്തപ്പോൾ എന്ത് വന്നു? 10 11 X1 എന്നുള്ള രീതിയിൽ അത് നമ്മൾ റോമൻ ലെറ്റർ ഇതിൽ ഇങ്ങനെയല്ലേ? 10 11 12 13 14 15 16 ആ രീതിയിൽ വന്നു. ഇനി അതെന്ത് ചെയ്യാം? നമുക്ക് സ്മോൾ ലെറ്ററിലാക്കി കൊടുക്കാം. ജസ്റ്റ് ക്യാപിറ്റൽ സ്മോൾ ലെറ്ററിൽ കൊടുക്കും. അപ്പോഴോ എന്താ അത് സ്മോൾ ലെറ്ററിൽ വന്നു. അപ്പോൾ പല രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഓർഡർ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർഡർ ലിസ്റ്റിൽ നമുക്ക് പല രീതിയിൽ ടൈപ്പ് മാറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ, ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ആട്രിബ്യൂട്ട്സിൽ വാല്യൂസ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ആൽഫബറ്റ്സ് ആയിട്ട്, ന്യൂമറിക്കൽ ആയിട്ടും അല്ലെങ്കിൽ റോമൻ ലെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡാറ്റ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് നമ്പർ മുതലാണ്, ഏത് ഫിഗർ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്രാമത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഏകദേശം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുള്ള ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ചും കൂടി നമ്മളുടെ വെബ്സൈറ്റും കാര്യങ്ങളും എന്ത് ചെയ്യണം? കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കണം അല്ലേ? കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണ്ടി വരും? ഒന്നുകൂടി എന്ത് ചെയ്യുക? കളർഫുൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കി ഇരിക്കണ്ടേ നമ്മളെ വെബ്സൈറ്റ്? ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൈലിംഗ് കാര്യങ്ങളും യൂസ് ചെയ്യണം. അപ്പോൾ സ്റ്റൈലിംഗ് പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിൽ നമുക്ക് അടുത്ത ദിവസം അടുത്ത ട്യൂട്ടോറിയലിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.